പ്രൈസ് ദി ലോർഡ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ പ്രാർത്ഥന എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചുവെന്നും അനേക രോഗികൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ സൗഖ്യമായി എന്നും അനേകം മാനസികമായി ഭാരപ്പെട്ടിരുന്നവർക്ക് ആശ്വാസം ലഭിച്ചുവെന്നും ഞങ്ങളെ വിളിച്ചറിയിക്കുകയുണ്ടായി. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ PS ബാബു ദൈവവചനം ശുശ്രൂഷിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹവന്ദനം. കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി കർത്താവ് ഇന്ന് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ ഏത് രോഗാവസ്ഥയിലായിരുന്നാലും ഏത് പ്രതികൂലത്തിലായിരുന്നാലും അതിന്ന് വിടുവിക്കുവാൻ കർത്താവിന് കഴിയും. ഇന്ന് ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേക രോഗികൾ സൗഖ്യപ്പെടുവാനിടയായിത്തീരും. അനേകരുടെ ജീവിതത്തിലെ പ്രതികൂലത്തിൽ നിന്ന് കർത്താവ് വിടുവിക്കുവാനിടയായിത്തീരും. നിങ്ങൾ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ വഴിയെല്ലാം അടഞ്ഞിരുന്നാലും, നിങ്ങളുടെ മുമ്പിൽ ഒരു സാധ്യതയുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഇല്ല, എല്ലാ വഴികളും അടയുമ്പോൾ, എല്ലാ വഴികളും അടഞ്ഞു പോകുമ്പോൾ, അതെ, ചെങ്കടൽ വിഭാഗിച്ച യഹോവയായ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുവാൻ വിശ്വസ്തനാണ്. നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി സങ്കീർത്തനങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുന്നു. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. കർത്താവ് ഇന്നും തനിക്ക് വേണ്ടിയുള്ളവരെ വേർതിരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അറിയേണ്ട കാര്യം, യഹോവ ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്ന അറിവിൻ. നിങ്ങളത് അറിയാതിരിക്കരുത്. കർത്താവ് ഇന്നും തനിക്ക് വേണ്ടിയുള്ളവരെ വേർതിരിക്കുന്നു, വേർതിരിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം തൻ്റെ കൂടെ ചേർക്കുവാൻ, തൻ്റെ കൂടെ നിർത്തുവാൻ ഒരു ജനത്തെ ദൈവം മുമ്പിൽ കാണുകയാണ്. അതിലൊരു വ്യക്തിയാണോ നിങ്ങൾ? എൻ്റെ കർത്താവെ, എന്നെയും കൂടെ ആ ക്രൂശ് വഹിപ്പാൻ, കർത്താവിനെ അനുഗമിക്കുവാൻ കൂടെ ചേർക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഏതനുഭവത്തിലും നിങ്ങളെ മാറ്റി കർത്താവ് പ്രവർത്തിക്കും. ഒരിക്കൽ എരിഹോവിൻ്റെ പടിവാതിൽ വെച്ച് അന്ധനായ ഒരു മനുഷ്യൻ, യാതൊരു സാധ്യതയുമില്ലാത്ത, യേശുവിൻ്റെ കൂടെ ഒരു വലിയ പുരുഷാരം കടന്നു പോവുകയാണ്. അന്ധനായ മനുഷ്യൻ നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. എന്നാൽ യേശുവിൻ്റെ കൂടെ അനുഗമിച്ചവരൊക്കെ അവനെ ഭത്സിച്ചു, അവനെ ശാസിച്ചു, മാറിയിരിക്കടാ എന്ന് അവനോട് പറഞ്ഞു. എന്നാൽ ആ ശബ്ദം, ആ വലിയ പുരുഷാരത്തിൻ്റെ നടുവിൽ, ആ കോലാഹലങ്ങൾക്ക് നടുവിൽ യേശു ആ അന്ധനായ മനുഷ്യൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, പ്രിയ മകളെ, നീ വിചാരിക്കും നിൻ്റെ ശബ്ദം, നിൻ്റെ തേങ്ങൽ, നിൻ്റെ കണ്ണുനീർ ആരും അറിയുന്നില്ലെന്ന്. എന്നാൽ യേശുവിലാണോ നീ വിശ്വസിച്ചിരിക്കുന്നത്? കർത്താവിലാണോ നീ ആശ്രയിക്കുന്നത്? കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് നീ തിരിച്ചറിയുന്നുവെങ്കിൽ അവൻ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലെ കോലാഹലങ്ങൾക്ക് നടുവിൽ, ആരവങ്ങൾക്ക് നടുവിൽ നിൻ്റെ ചെറിയ ശബ്ദത്തെ കർത്താവ് തിരിച്ചറിയും. അവിടെ നിന്നുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആ മനുഷ്യനെ എൻ്റെ അടുക്കൽ കൊണ്ടുവാ. ആ അന്ധനായ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇന്ന് അവൻ നിൻ്റെ വിഷയം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവാ, നിൻ്റെ പ്രശ്നം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവാ. കർത്താവിൻ്റെ അടുക്കലാണ് നിൻ്റെ വിഷയം കൊണ്ടുവരുന്നതെങ്കിൽ അതിന് മറുപടി ഉറപ്പാണ്. പ്രശ്നങ്ങളുടെ വലിപ്പമല്ല, നീ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ വലിപ്പം, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ പ്രവൃത്തി നിൻ്റെ വിഷയത്തിൽ വെളിപ്പെടുമ്പോൾ മറുപടി ഉറപ്പാണ്. ആ അന്ധനായ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു.
യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരണം? അവൻ മറ്റൊന്നും ചോദിച്ചില്ല. ധനം ചോദിച്ചില്ല, സ്ഥാനമാനങ്ങൾ ചോദിച്ചില്ല, ഇനി യാചിക്കാതെ ജീവകാലം മുഴുവൻ ജീവിക്കുവാനുള്ളൊരു സുഖസൗകര്യം ചോദിച്ചില്ല. അവൻ അവൻ്റെ കുറവ് യഥാർത്ഥമായിട്ട് തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ അറിയണം, നിങ്ങളുടെ കുറവ് എന്താണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയണം. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയണം. അത് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോവാ. നീ പുറത്ത് പറയുന്ന പലതുമായിരിക്കില്ല നിൻ്റെ പ്രശ്നം. അന്ധനായ മനുഷ്യനറിയാം, എൻ്റെ പ്രശ്നം സാമ്പത്തികമല്ല, ഇവരെന്നെ കുറ്റപ്പെടുത്തുന്നു, ദുഷിക്കുന്നു, അതല്ല എൻ്റെ പ്രശ്നം. എൻ്റെ വസ്ത്രം വൃത്തിഹീനമായി, ഇതല്ല. എനിക്ക് വിദ്യാഭ്യാസമില്ല, ഇതല്ല എൻ്റെ പ്രശ്നം. പിന്നെയോ എൻ്റെ പ്രശ്നം എനിക്ക് കാഴ്ചയില്ലെന്നുള്ളതാണ്. അവനത് തിരിച്ചറിഞ്ഞ് യേശുവിനോട് പറഞ്ഞു. ഇന്ന് പകലിൽ നിൻ്റെ പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അത് യേശുവിനോട് പറയാൻ തയ്യാറായാൽ, ആ വിഷയം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ ഇന്ന് ആ വിഷയത്തിന് കർത്താവ് മറുപടി തരികയാണ്. അന്ധനായ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ക്ഷണത്തിൽ യേശുവിനെ പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി. എത്ര പേർക്ക് വിശ്വസിക്കാൻ തയ്യാറ്? ഇന്ന് വിശ്വസിക്കാൻ തയ്യാറ്. യേശുവിനെ പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി. യേശുവിനെ പ്രവർത്തിക്കാൻ ഒരുപാട് കാലഘട്ടങ്ങൾ വേണ്ട. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എത്ര വലുതായിരുന്നാലും, അതിന് എത്ര കാലപ്പഴക്കമുണ്ടെങ്കിലും, അത് ഒരിക്കലും സാധ്യമില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയാലും, അത് സാധിക്കില്ലെന്ന് ദേശക്കാർ മുഴുവൻ പറഞ്ഞാലും, കർത്താവിൻ്റെ അടുക്കൽ നീ പ്രശ്നം കൊണ്ടുവന്നാൽ പ്രശ്നം എത്ര വലുതായിരുന്നാലും അതിന് മറുപടി തരും. അന്ധനായ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ക്ഷണത്തിൽ കാഴ്ച പ്രാപിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. അവന് വീണ്ടും ആ പട്ടണത്തെ വേണ്ട. അവൻ ആ പട്ടണത്തിൽ ചെയ്ത് എനിക്ക് കാഴ്ച പ്രാപിച്ചുവെന്ന് 10 പേരോട് പറയാനോ, അവൻ ഇന്നലെ വരെ അവനെ നിന്ദിച്ച പരിഹസിച്ചവരുടെ മുമ്പിൽ വലിയവനാകാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൻ്റെ ആഗ്രഹം, എനിക്കൊരിക്കലും ലഭിക്കാത്ത കാഴ്ച ലഭിച്ചു, എനിക്ക് യേശുവിനെ അനുഗമിച്ചാൽ മതി. ഇന്ന് പകലിൽ യഹോവ ഭക്തന്മാരെ തനിക്ക് വേർതിരിക്കുന്നു എന്ന് അറിവിൻ. നിങ്ങൾ അറിയേണ്ട കാര്യം, കർത്താവിനെ അനുഗമിക്കുവാൻ, ഈ യേശുവിനെ പിൻപറ്റുവാൻ, ഈ യേശുവിന് വേണ്ടി നിൽക്കുവാൻ അവൻ ഇന്നും അനേകരെ വേർതിരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ കർത്താവെ എന്നെ കൂടി ചേർക്കണമേ, ഈ ക്രൂശ് ചുമക്കാൻ എന്നെ കൂടി ചേർക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ, അതേ കുറേനക്കാരനായ ശീമോൻ നിർബന്ധത്താൽ യേശുവിൻ്റെ ക്രൂശ് ചുമപ്പാൻ ഇടയായി തീർന്നപ്പോൾ അവൻ്റെ തലമുറ അവൻ അനുഗ്രഹിക്കപ്പെട്ട പോലെ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമോ? അവൻ നീ കർത്താവിനെ നിർബന്ധത്താൽ ക്രൂശ് ചുമപ്പെട്ട കുറേനക്കാരനായ ശീമോന്റെ തലമുറ അനുഗ്രഹിച്ച പോലെ നിന്റെ തലമുറ അനുഗ്രഹിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഇന്ന് പകലിൽ ആമേൻ. കർത്താവിന് ചെവി കൊടുക്ക്. യഹോവ ഭക്തന്മാരെ കർത്താവ് വേർതിരിച്ചുകൊണ്ടിരിക്കുക. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിന് തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ തിരിച്ചറിയണം. ഈ ലോകത്തിൽ ഉള്ള തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും വ്യത്യാസമുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ പറയും, എനിക്ക് വാർദ്ധക്യമായി, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് സൗന്ദര്യമില്ല, ഞാൻ രോഗിയാണ്, എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളുകയില്ല എന്നൊക്കെ നീ ഭാരത്തോടെ ഇരിക്കുമ്പോൾ, ആമേൻ, കർത്താവ് തിരഞ്ഞെടുക്കുന്നത് ബലമുള്ളവരെയും ജ്ഞാനികളെയുമല്ല. കാരണം ഈ ലോകത്തിലെ ബലമുള്ളത് ജ്ഞാനികൾ ഇവരെയെല്ലാം ലജ്ജിപ്പിക്കുവാൻ. കാരണം ഇതിനാലല്ല ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത്, ഇതിനാലല്ല ഈ ലോകം നിലനിൽക്കുന്നത് എന്ന് ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ പോഷത്വമായതിനെ തിരഞ്ഞെടുത്തു, ബലഹീനമായതിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് കർത്താവിന് വേണ്ടത് ഈ ലോകത്തിലെ ബുദ്ധിമാന്മാരെ അല്ല. പ്രിയ സഹോദരൻ, നിന്നെ കർത്താവിന് വേണം. പ്രിയ സഹോദരി, കർത്താവിന് നിന്നെ വേണം. നീ ഏതവസ്ഥയിലായിരുന്നാലും, നീ രോഗത്തിലാണോ, നീ കഷ്ടത്തിലാണോ, നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ തള്ളിക്കളയും. ചിലപ്പോൾ നിന്നോട് മറ്റുള്ളവർ പറയും, നിന്നെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല, നിന്നെക്കൊണ്ടൊരാവശ്യമില്ല. നിന്റെ മനസ്സ് തന്നെ പറയും, ഇനി മരണം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ, എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന്. എന്നാൽ കർത്താവ് പറയുകയാ, എൻ്റെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് പകലിൽ ദൈവവചനത്തെ നിങ്ങൾ തിരിച്ചറിയണം. ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകണം. ഈ വചനം എന്നോടാണ് സംസാരിക്കുന്നത് ഒരു ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ, അവൻ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ പോഷത്വമായതിനെ തിരഞ്ഞെടുത്തു,
ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ദൈവം ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. കാരണം എന്നാണെന്നറിയാമോ? ഈ ലോകത്തിൽ ഒരു ജഡവും, രാജാവാകട്ടെ, ഉന്നത കുലജാതന്മാരാകട്ടെ, ഉന്നത വിദ്യാഭ്യാസമുള്ളവരാകട്ടെ, പാരമ്പര്യങ്ങൾ പറയുന്നവരായിക്കോട്ടെ, അവർക്കാർക്കും ഇവിടെ പുകഴുവാനില്ല. കാരണം ഈ ഭൂമിയും ഇത് സകലതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. സത്യമായ ദൈവത്തിൻ്റെ, സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ കൈവേലയാണിതെല്ലാം. ആ ദൈവം ഇതിനെ തനിക്കിഷ്ടമുള്ളവരെ ഇത് ഏൽപ്പിക്കുവാനിടയായിത്തീരും. കാരണം കർത്താവ് സകലത്തിനും സകലതമായി തീർന്നു. ആ കർത്താവിൽ നിന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുക. ആ കർത്താവ് നിങ്ങളെ ഇന്ന് പകലിൽ തിരഞ്ഞെടുക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ. ഈ ലോകത്തിലൊക്കെ മറ്റുള്ളവർ തിരഞ്ഞെടുക്കുമ്പോൾ താൽക്കാലികമായ ചിലതിനു വേണ്ടി മാത്രം അവരെക്കാൾ താഴെ ഇരുത്താൻ. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ എന്നോട് കൂടെ ഇരിക്കുവാൻ. കർത്താവ് ഭൂമിയിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് തന്നോട് കൂടെ ഇരിക്കുവാൻ, അയക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ. സ്വർഗത്തിലോ അവൻ തന്നോട് കൂടെ വേർതിരിക്കുന്നവരെ ഇരുത്തുവാനിടയായി തീരും. നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം കരയറ്റാം. ആമേൻ. എന്നാൽ മനുഷ്യൻ്റെ ഒരു ഭാരം, ഇന്ന് അനേകർ ഭാരപ്പെട്ടിരിക്കുക. ദൈവവചനം കേൾക്കുന്നുണ്ട്, വിശ്വാസമുണ്ട്, എന്നാൽ അനേകരുടെ ഭാരം. സങ്കീർത്തനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നമുക്ക് ആര് നന്മ ചെയ്യും? ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയത്തിലെ ചോദ്യമാ, ആരെനിക്കൊരു നന്മ ചെയ്യും? ആരെനിക്കൊരു നന്മ ചെയ്യും? എല്ലാവരുടെ ചോദ്യം അതാ. ആരെനിക്ക് നന്മ ചെയ്യും? സാമ്പത്തികമായ ബുദ്ധിമുട്ട്, രോഗം, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ, സഹായിപ്പാൻ ആരുമില്ല, സ്നേഹിപ്പാൻ ആരുമില്ല. അതിൻ്റെ നടുവിൽ ആരെനിക്ക് നന്മ ചെയ്യും? പലരുടെ ഹൃദയത്തിലെ ഭാരമായത്. എന്നാൽ ഇന്ന് കർത്താവ് അവരോട് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇത് യേശുക്രിസ്തു നിന്നോട് പറയുക, പ്രിയ മകളെ, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ആര് നിനക്ക് നന്മ ചെയ്യുമെന്ന് നീ ഭാരത്തോടെ ഇരിക്കുന്നു. എനിക്കൊരു നന്മ ചെയ്യുവാൻ, ഒരു നന്മ എനിക്ക് കാണുവാൻ കഴിയുമോ? ഒരു ഉയർച്ച എൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കുമോ എന്ന് ഭാരപ്പെട്ടിരിക്കുന്നതോട് കർത്താവ് പറയുക, അതെ, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നാൽ നീ വിട്ടുതിരിയേണ്ടതിന് വിട്ടുതിരിഞ്ഞ് കർത്താവിലേക്ക് നീ മടങ്ങി വരുവാൻ മനസ്സ് വെച്ചാൽ, നീ വിട്ടുകളയേണ്ട കാര്യങ്ങളുണ്ട്, നീ ഉപേക്ഷിച്ച് കളയേണ്ട കാര്യങ്ങളുണ്ട്. നീ നേരായ വഴിയിൽ നടക്കുവാൻ തുടങ്ങണം. എന്നാൽ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. കാരണം വിശുദ്ധ ബൈബിൾ പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം, സ്തോത്രം, നീ വ്യാജ ദൈവത്തിൽ നോക്കി മിഥ്യാപൂജയാൽ സമയം ചെലവഴിക്കരുത്. സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ സത്യദൈവത്തിൻ്റെ വഴിയിൽ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ മനുഷ്യൻ്റെ പ്രവർത്തികൾ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അകന്നുപോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവം മോശയിലൂടെ ദൈവം 1-ാമത്തെ കൽപ്പനയാകുന്ന പ്രമാണത്തിൽ 1-ാമത്തെ കൽപ്പന കൊടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. ഭൂമിയിൽ, സമുദ്രത്തിലാകട്ടെ, കരയിലാകട്ടെ, ആകാശത്തിലാകട്ടെ യാതൊരു ജീവിയുടെയും സാദൃശ്യത്തെ നിങ്ങളുണ്ടാക്കി, വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ നിങ്ങൾ നമസ്കരിക്കരുത്. മനുഷ്യൻ ഒന്നാമത് ലംഘിച്ചത് ഏറ്റവും 1-ാമത്തെ പ്രമാണമാണ്, 1-ാമത്തെ കൽപ്പനയാണ് മനുഷ്യൻ ലംഘിച്ചത്. കാരണം സൃഷ്ടിതാവായ ദൈവത്തെ മറന്ന് സൃഷ്ടിയെ മനുഷ്യൻ ആരാധിക്കുവാൻ തുടങ്ങി, സൃഷ്ടിയെ മനുഷ്യൻ നമസ്കരിക്കുവാൻ തുടങ്ങി. ഇവിടെ ഉണ്ടാക്കി വെച്ച മരത്തിലും കല്ലിലുമെല്ലാം പോയി ദൈവത്തെ അവർ ദർശിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങി. അതാണ് മനുഷ്യൻ ലഭിച്ച 1-ാമത്തെ കുറ്റവും പാപവും. അതുകൊണ്ട് സ്തോത്ര ഹല്ലേലൂയ, നിങ്ങളുടെ മുഖം സൃഷ്ടിതാവായ ദൈവത്തിലേക്ക്, ആത്മാവാകുന്ന ദൈവത്തിലേക്ക് തിരിയുവാനിടയായി തീരണം. വ്യാജ ദൈവത്തിൽ നോക്കി മിഥ്യാപൂജയിൽ സമയം ചെലവഴിക്കുന്നത്. 2, മിഥ്യാഭ്രമം, വ്യാമോഹം, മായിക ലോകത്തിൽ നിന്നും മനം തിരിയുക. പലരും സത്യമായ കാര്യങ്ങളിലേക്ക് തിരിച്ചറിയുകയോ സത്യമായ ദൈവത്തിലേക്ക് നോക്കി ജീവിക്കുവാനോ മനുഷ്യൻ തയ്യാർ. അവരുടെ മിഥ്യയായ, ഇല്ലാത്ത ഒന്നിനെക്കുറിച്ചുള്ള ഒരു മിഥ്യയായ ഭ്രമമാണ്. യഥാർത്ഥത്തിലില്ല,
സങ്കല്പങ്ങൾ, സ്വപ്നങ്ങൾ, ആമേൻ, ഇങ്ങനെയുള്ള വഴികളിലൂടെ മനുഷ്യൻ തെറ്റി സഞ്ചരിക്കുകയാണ്. അതുപോലെ വ്യാമോഹം, സാധിക്കില്ലാത്ത കാര്യങ്ങളിൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ആമേൻ മോഹിച്ച് അതിനുവേണ്ടി ജീവിതം ആമേൻ തെറ്റായ മാർഗത്തിലൂടെ ആമേൻ അനേകർക്ക് ചതിക്കുവാനും വഞ്ചിക്കുവാനുള്ള വഴിയിലൂടെ മനുഷ്യർ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ടാണ് ദുരുപദേശങ്ങൾ, തെറ്റായ പഠിപ്പിക്കലുകൾ ഈ വഴിയിലേക്ക് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? അവരുടെ ഉള്ളിൽ വ്യാമോഹമാണ്. സ്തോത്രം. അവൻ മോഹമാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ മോഹം കൊണ്ടുവന്ന് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പോൾ പാപത്തിൻ്റെ അമ്മയാണ് മോഹം. മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ആമേൻ മോഹമാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണമായി തീരുന്നത്. വലിയ വലിയ ആമേൻ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ വേണ്ടി തെറ്റായ തീരുമാനങ്ങളെടുത്ത് തെറ്റായ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി നാശത്തിലേക്ക് പോകുന്ന മനുഷ്യനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യരുത്? വ്യാമോഹത്തിൽ നിന്ന് നീ മനം തിരിയുക, മായിക ലോകത്തിൽ നിന്ന് മനം. അതേ, മായികമായ ലോകം, സങ്കല്പ ലോകം, ഇല്ലാത്ത സങ്കല്പങ്ങൾ, അതിലേക്കൊക്കെ മനുഷ്യൻ്റെ മനസ്സു തിരിഞ്ഞു പോവുകയാണ്. അതിൽ നിന്ന് വിടുവിക്കപ്പെടണം. അതുപോലെ പാപികളോടും പാപങ്ങളോടുമുള്ള അയോഗ്യമായ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം. പാപികൾ, പാപത്തിൻ്റെ വഴി നടക്കുന്നവർ, അയോഗ്യമായ കൂട്ടുകെട്ട്. കർത്താവിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ കടന്നു വന്ന് കർത്താവിൻ്റെ ഫെലോഷിപ്പിലേക്ക്, കൂട്ടായ്മയിലേക്കാണ് മനുഷ്യനെ ദൈവം വിളിക്കുന്നത്. ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, സ്തോത്രം, മണ്ണിലെ പൊടിയിൽ നിന്ന് തൻ്റെ ആദ്യ സൃഷ്ടിയായ ആദാമിനെ സൃഷ്ടിച്ചു. എന്നാൽ ആദാമിൽ നിന്ന്, ആദാമിൻ്റെ വാരിയിലെടുത്ത് ആദ്യ സ്ത്രീയായ ഹവ്വയെ സൃഷ്ടിച്ചു. ദൈവം വെയിലാർന്ന സമയത്ത് അവരെ ആക്കി വെച്ച ഏദൻ തോട്ടത്തിൽ കടന്നു വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും തൻ്റെ മക്കളോട്, തൻ്റെ ജനത്തോട് ഒരു കൂട്ടായ്മ, ഫെലോഷിപ്പിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ, നിങ്ങൾക്ക് നല്ലൊരു കൂട്ടായ്മ തരുവാൻ, ഫെലോഷിപ്പ് തരുവാനാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്, സൃഷ്ടിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്കാണ്, ഫെലോഷിപ്പിലേക്കാണ്. അതിനെ നിങ്ങൾക്ക് ഒരിക്കലും അതിനെ നിങ്ങൾ തള്ളിക്കളയരുത്. തെറ്റായ കൂട്ടുകെട്ടുകൾ വിട്ട്, പാപികളുടെ കൂട്ടുകെട്ടുകൾ വിട്ട്, പാപത്തോടുള്ള കൂട്ടുകെട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക്, ഫെലോഷിപ്പിലേക്കാണ് കർത്താവ് നിങ്ങളെ വിളിക്കുന്നത്. അങ്ങനെ ഒന്ന്, വ്യാജത്തിൽ നിന്ന്, വിദ്യാപ്രഭത്തിൽ നിന്ന്, പാപത്തിൻ്റെ വഴിയിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടുക. സ്തോത്രം. അതിന് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് ഒന്ന്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. ആമേൻ. കാരണം വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നത്. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിനെ, തേരഹിൻ്റെ മകനായ അബ്രഹാമിനെ ഊരിൽ നിന്ന് വിളിച്ച് യഹോവയായ ദൈവം വേർതിരിക്കുമ്പോൾ, നീ നിൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം മറുത്തൊരു ചോദ്യം ചോദിക്കാതെ തന്നെ വിളിച്ച ആ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാനിടയായി തീർന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ പൂർണ്ണമായും ആശ്രയിക്കുക. യേശു ക്രിസ്തു സ്തോത്രം ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടിയല്ല. യേശു ക്രിസ്തു സകല മനുഷ്യവർഗത്തിനും വേണ്ടി, സകലർക്കും വേണ്ടിയാണ് യാഗമായി തീർന്നത്. 3-ാം അധ്യായത്തിൻ്റെ, റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സ്തോത്രം, പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രധർമ്മികളെയും നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്തിൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്ന ഒരു നാളുമില്ല, നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയേ ചെയ്യുന്നത്. സ്തോത്രം. അപ്പോൾ പൂർണ്ണമായും എല്ലാവർക്കും വേണ്ടി, യഹൂദന് വേണ്ടി, യവനന്മാർക്ക് വേണ്ടി, ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് യേശു ക്രിസ്തു യാഗമായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. വിശ്വാസത്താലാണ് നിങ്ങൾക്ക് നീതീകരണം സംഭവിക്കുന്നത്. പാപത്തിൽ നിന്ന്, അന്ധകാരത്തിൻ്റെ പിടിയിൽ നിന്ന്, പിശാചിൻ്റെ പിടിയിൽ നിന്ന് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്ക് നീതീകരണമുണ്ട്. ആ നീതീകരണത്തിലൂടെ സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ എത്തപ്പെടുവാനിടയായി തീരണം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരുടെ യാഗത്തെ, പ്രവൃത്തിയെ ദൈവം അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ആമേൻ. മൂന്നാമത്തെ കാര്യം എന്താണ്? സ്തോത്രം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട്, പ്രവൃത്തി കൊണ്ടല്ല ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത്. നിങ്ങൾ തെറ്റായ
ആമേൻ ഒരു ഉപദേശത്തിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടണം. നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട്, നന്മ പ്രവൃത്തികൾ കൊണ്ട് ദരിദ്രരെ സഹായിക്കുക, രോഗികളെ സഹായിക്കുക, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായ സഹായം ചെയ്യുക, ശുശ്രൂഷകൾ ചെയ്യുക, ഇതെല്ലാം വലിയ കാര്യമാണ്, നല്ല കാര്യമാണ്. എന്നാൽ യേശുക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ട ശേഷം, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ശേഷം, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ശേഷം ഈ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് സൗരഭ്യവാസനയായി തീരും. കാരണം പ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നില്ല. നന്മ പ്രവൃത്തികൾ കൊണ്ടല്ല നീതീകരണം ലഭിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെയാണ് മനുഷ്യന് നീതീകരണം ലഭിക്കുന്നത്. ആ നീതീകരണം ലഭിച്ചവരുടെ നീതി പ്രവൃത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ അവരുടെ യാഗത്തെയും പ്രവൃത്തിയെയും യേശുക്രിസ്തു അംഗീകരിക്കുന്നു. 5 ആമേൻ സമ്പൽ സമൃദ്ധിയേക്കാൾ അധികമായ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയും. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ എന്തൊക്കെ ലഭിച്ചാലും അതിലൊക്കെ വലുതാണ് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ. സ്തോത്രം, ഹല്ലേലൂയ. ഈ ലോകത്തിലെ സമ്പൽ സമൃദ്ധി എത്രയുണ്ടെങ്കിലും അതിനാൽ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ലഭിക്കുകയില്ല, ഉള്ളിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുകയില്ല. കാരണം ആ ഉള്ളിൽ സന്തോഷവും സമാധാനവും ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മുഖപ്രകാശം നിങ്ങളുടെ ഉള്ളിൽ വരണം, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരണം. എങ്കിലേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ലഭിക്കാത്ത സന്തോഷം. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? ഇന്ന് പകലിൽ ഈ ലോകത്തിൻ്റെ അളവ് കൂടാതെയുള്ള ധനമല്ല എനിക്ക് ആവശ്യം, ഈ ലോകത്തിൽ അളവ് കൂടാതെയുള്ള ആമേൻ സമൃദ്ധിയല്ല എന്നെ ആവശ്യം, എൻ്റെ ഹൃദയത്തിൽ ആവശ്യം ഇന്ന് ക്രിസ്തുവിലുള്ള സന്തോഷമാണ്. ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. ഇതുവരെ നിൻ്റെ ഹൃദയത്തിൽ ലഭിക്കാത്ത ആ സന്തോഷം നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു വരട്ടെ. ഇന്ന് പകലിൽ അവൻ മാറ്റിക്കളയേണ്ട ചിലരെ മാറ്റിക്കളയുവാൻ, ഉപേക്ഷിച്ച് കളയേണ്ട ചിലരെ ഉപേക്ഷിച്ച് കളയുവാൻ, അവൻ തള്ളിക്കളയേണ്ട ചിലരെ തള്ളിക്കളയുവാൻ അവൻ നീ തയ്യാറാകുമ്പോൾ, തീരുമാനമെടുക്കുമ്പോൾ ഇന്ന് കർത്താവ് നിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ്, ക്രിസ്തു നിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ്. അവൻ്റെ മുഖപ്രകാശ രക്ഷ അവൻ ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ആമേൻ ആമേൻ മോശ യഹോവയായ ദൈവത്തോട് ചേർന്ന് അവൻ സീനായി മരുഭൂമിയിൽ 40 ദിവസം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സീനായി മരുഭൂമിയിൽ യഹോവയായ ദൈവത്തോട് കൂടെയായിരുന്നു. അവൻ കൽപ്പലകയിൽ അവൻ എഴുതപ്പെട്ട പ്രമാണവുമായിട്ട് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മുഖം അവൻ ദൈവിക തേജസ്സിനാൽ നിറയപ്പെട്ടു. അവൻ്റെ മുഖത്ത് നോക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. അവൻ ദൈവത്തിൻ്റെ തേജസ്സിനാൽ അവൻ്റെ മുഖം നിറയപ്പെട്ടുവെങ്കിൽ അവൻ ദൈവത്തോട് ചേർന്നിരിക്കുന്ന, കർത്താവിനോട് ചേർന്നിരിക്കുന്ന, അവൻ ഉപേക്ഷിക്കണനെ ഉപേക്ഷിച്ച് തള്ളിക്കളയനെ തള്ളിക്കളഞ്ഞ് പാപ സ്വഭാവങ്ങളെ വിട്ട് യേശുക്രിസ്തുവിലേക്ക് നിങ്ങളുടെ മുഖം തിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖം ദൈവിക ശോഭയാൽ നിറയപ്പെടുകയാണ്. ഇന്നുവരെ പ്രാപിക്കാത്ത സന്തോഷം, ആ സന്തോഷത്തെക്കുറിച്ച് അവൻ ഇങ്ങനെയാണ് പറയുന്നത്, സ്തോത്രം ഹല്ലേലൂയ, സമ്പൽ സമൃദ്ധിയിൽ ലഭിക്കാത്ത സന്തോഷം ക്രിസ്തുവിൽ അത് വെളിപ്പെട്ടു വരികയാണ്. അനേകർ പറയുവാനുള്ളത് ഒരു സമാധാനവുമില്ല, പലതുമുണ്ട് വീട്ടിൽ, പക്ഷെ സമാധാനമില്ല. അനേക കുടുംബങ്ങളിൽ സമാധാനമില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വാസത്തിൽ ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കാൻ തയ്യാറായാൽ ഇന്നു പകലിൽ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നിറയുകയാണ്. ആ സന്തോഷവും സമാധാനവും ഹൃദയത്തിനുള്ളിൽ നിറഞ്ഞാൽ ഭയം നീങ്ങി മാറും. ഇന്ന് പലരും ഭയമാണ്. ചെറിയൊരു രോഗം വരുമ്പോഴേ, ചെറിയൊരു പനി വരുമ്പോഴേ, ചെറിയൊരു വേദന വരുമ്പോഴേ മാരക രോഗമാണോ എന്ന് അനേകർ ഭയപ്പെട്ടു പോവുകയാണ്. മാനുഷികമായ ഭയം, മനുഷ്യനെ ഭയപ്പെടുകയാണ്, ഭരണാധികാരികളെ ഭയപ്പെടുന്നു, നിയമത്തെ ഭയപ്പെടുന്നു. ഇതെല്ലാം ഒരു കെണിയാണ്, ദുഷ്ടനായ പിശാച് കൊണ്ടുവരുന്ന ചില കെണികളാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ സന്തോഷം, ക്രിസ്തുവിൻ്റെ സമാധാനം ഹൃദയത്തിനുള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഭയം നീങ്ങി മാറുവാനിടയായിത്തീരും. അവൻ ഭയം നീങ്ങി മാറുക. ഇന്ന് അനേകർ എന്നെ രാത്രിയിൽ പോലും വിളിക്കാറുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഉറക്കമില്ല. രാത്രിയിൽ വിളിച്ച് പാസ്റ്ററേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ, ഞാൻ ഉറങ്ങിയിട്ട് അനേക ദിവസങ്ങളായെന്ന് പറയുന്നവരുണ്ട്. അവൻ ഭയം നീങ്ങി മാറിയാൽ ഇന്ന് പകലിൽ യേശുവിൻ്റെ നാമത്തിൽ നാളുകളായിട്ട് നിനക്ക് ഉറങ്ങുവാൻ കഴിയാതെ, യഥാർത്ഥമായ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ നിന്നെ ഭാരപ്പെടുത്തുന്ന, അവൻ നാളുകളായി നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന ഭയം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നീങ്ങി മാറട്ടെ. ആ ഭയം ഒന്ന് നീങ്ങി മാറട്ടെ. അവൻ സന്തോഷം നിന്റെ ഹൃദയത്തിൽ നിറയട്ടെ, സമാധാനം നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറയട്ടെ. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ആ സന്തോഷവും സമാധാനവും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞാൽ രാത്രിയിൽ നല്ല ഉറക്കത്തിൽ ലഭിക്കും. സങ്കീർത്തനക്കാർ 127 സങ്കീർത്തനം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിക്കുന്നത് വൃഥാവിലത്രേ.
എൻ്റെ ദൈവമോ എനിക്ക് ഉറക്കത്തെ നൽകുന്നു. പ്രിയമുള്ളവരെ, ഉറക്കം വില കൊടുത്ത് വാങ്ങാൻ കഴിയുകയില്ല. ഉറക്കം ആരോടും വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. ഉറക്കം സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു തന്നാൽ മാത്രമേ ഉള്ളൂ. ആമേൻ. നിന്റെ ഭയം നീങ്ങി മാറട്ടെ, സന്തോഷവും സമാധാനവും നിന്റെ ഹൃദയത്തിൽ നിറയട്ടെ. ഇന്നു രാത്രി നല്ല ഉറക്കത്തെ നിനക്ക് ലഭിക്കട്ടെ. ഇങ്ങനൊരു അനുഭവത്തിലേക്ക് വരുമ്പോൾ നീ പ്രാർത്ഥിക്കും, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിനക്ക് ലഭിക്കും. ആമേൻ. ഇങ്ങനെ പ്രാർത്ഥിക്കപ്പെടെ. എങ്ങനെ പ്രാർത്ഥിച്ചാലാ? ചോദ്യം എന്തായിരുന്നു? നമുക്ക് ആരും നന്മ ചെയ്യും, എന്നാൽ ജീവിതത്തിൽ മാറ്റേണ്ടതിനെ മാറ്റിക്കളയേണ്ടത്, ഉപേക്ഷിച്ച് പാപികളോടും പാപത്തോടുമുള്ള കൂട്ടുകെട്ട് വിട്ട് ഇന്ന് നീ മനം തിരിയുന്നുവെങ്കിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത സ്വർഗീയമായ സന്തോഷം, സ്വർഗീയമായ സമാധാനം നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു വരും. ഭയം നീങ്ങി മാറും. രാത്രി നല്ല ഉറക്കത്തെ ലഭിക്കും. നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. ഇന്ന് പകലിൽ നിന്റെ പ്രാർത്ഥന എന്തു തന്നെയായിരുന്നാലും, നിന്റെ ആവശ്യം എന്തു തന്നെയായിരുന്നാലും, നിന്റെ ഭാരം എന്തു തന്നെയായിരുന്നാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. നിന്റെ ഞെരുക്കത്തിൽ നിന്ന് അവൻ വിശാലതയിലേക്ക് നടത്തും. എത്ര പേർ പറയുന്നു, ഇന്ന് ഞാൻ ഞെരുക്കത്തിലാണ്, ഞാൻ കഷ്ടതയിലാണ്, ഞാൻ ഭാരത്തിലാണ്. ഇന്ന് പകലിൽ നിന്റെ ഞെരുക്കത്തെ മാറ്റി അവൻ വിശാലതയിലേക്ക് നടക്കും. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ആമേൻ ആമേൻ, ഈ സ്ക്രീനിലേക്ക് കരം നീട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഇന്ന് ചിലരുടെ ഹൃദയത്തോട് കർത്താവ് ഇടപെട്ടതിനാൽ നന്ദി പറയുന്നു. പാപത്തോടും പാപികളോടുമുള്ള ബന്ധം വിട്ട് കർത്താവിനെ പൂർണ്ണമായും പിൻപറ്റുന്നൊരു അനുഭവത്തിലേക്ക് നിന്റെ മക്കൾ നടത്തപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞെരുക്കം അനുഭവിക്കുന്ന ചിലർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ചിലർക്ക് വേണ്ടി കർത്താവേ അങ്ങയുടെ കരം പ്രവർത്തിക്കണമേ. ഒരു വിശാലതയിലേക്ക് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അസ്ഥികളിൽ വേദനയിട്ടുകൊണ്ട് നാളുകളായിട്ട് നടക്കുവാൻ കഴിയാതെ, മുട്ടുകളിൽ വേദനയിട്ട്, ശരീരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വേദനയിട്ട്, രോഗക്കിടക്കയിലായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഭക്ഷണത്തെ കഴിക്കുവാൻ കഴിയാതെ ഉദരത്തിൽ വേദനയിട്ട്, അൾസറിൻ്റെ പ്രയാസം ഇട്ടുകൊണ്ട്, ഭക്ഷണം ദഹിക്കുവാൻ കഴിയാതെ വോമിറ്റിംഗ് ടെൻഡൻസി ഇട്ടിരിക്കുന്നവർക്ക് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. നാളുകളായിട്ട് വെയിനിൽ വേദനയിട്ട്, കൈകാലുകൾ ചലിപ്പിക്കുവാൻ കഴിയാതെ, ഞരമ്പുകളിൽ വേദനയിട്ട്, ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് ഭാരം അനുഭവിക്കുന്നവർക്ക് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ രോഗത്തിൽ നിന്ന് ഒരു പൂർണ്ണമായ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യമുണ്ടാകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രമിച്ച എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണും വരെ കർത്താവ് നിങ്ങളെ ചിറങ്ങളിൽ മറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ലേഡീസ് പ്രയർ സെൽ ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ ഏത് സമയത്തും ഞങ്ങളെ വിളിച്ചറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ജീവശക്തി ചാരിറ്റബിൾ സൊസൈറ്റി. കഷ്ടത്തിൽ, ദുഃഖത്തിൽ, വേദനയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന ആശ്വാസങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ ഭാഗഭാക്കാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക.